ഹാറ്റർഡേസ് എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ലൈവ് അക്കൗണ്ട് നമ്മൾ അറിയാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ നമുക്ക് അക്കൗണ്ട് പോയി, ലൈവായിട്ടുള്ളൊരു ഫണ്ടഡ് അക്കൗണ്ടാണ്. കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അക്കൗണ്ടാണ്. നല്ല രീതിയിൽ ലോസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തന്നെ ഒരു $500 ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് തന്നെ തിരിച്ച് പേ ഔട്ടിലേക്കൊക്കെ എത്താനുള്ള രീതിയിലേക്കൊക്കെ വന്ന ഒരു അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ പറ്റിയ ഒന്നായിരുന്നു. ഞാൻ നോർമലി ലൂസിഡിന്റെ അക്കൗണ്ട് ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് കുറച്ച് നാൾ മുമ്പ് എടുത്തത് നമുക്ക് റീസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഓഫറൊക്കെ ഉള്ള സമയത്ത് എടുത്തതായിരുന്നു. പിന്നീട് ഞാൻ എടുക്കുന്ന സമയത്ത് ഓഫർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് റീസെറ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഓഫറിന് ഉള്ളതിനേക്കാളും കുറഞ്ഞ പ്രൈസിനായിരുന്നു ആ ഒരു അക്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നോർമലി അത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രേഡ്സി ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളത് നോക്കാതെ തന്നെ ഞാൻ അത് റീസെറ്റ് ചെയ്തു. $4-10 അടുത്തൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോം ഞാൻ കുറേ നാൾ മുമ്പ് ഡിസംബറിൽ എടുത്ത എന്തോ ആയിരുന്നു. അവർ തുടങ്ങുന്ന സമയത്ത് ഓഫറുള്ള സമയത്ത് എടുത്ത ഒരു അക്കൗണ്ട് ആയിരുന്നു. അതങ്ങനെ നമ്മുടെ ബാക്ക് ഓഫീസിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. റീസെറ്റ് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആയ ഒരു അക്കൗണ്ട് ആണല്ലോ, അപ്പോൾ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ റീസെറ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് കണ്ടപ്പോൾ ഞാൻ അത് ആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളത് ഞാൻ നോക്കാൻ വിട്ടുപോയി. അതിന്റെ പ്ലാറ്റ്ഫോം ട്രേഡവോട്ട് ആയിരുന്നു. ട്രേഡവോട്ടിന്റെ ഇതായിരുന്നു നമുക്ക് ട്രേഡവോട്ട് പ്രൊഫൈം എന്ന് പറഞ്ഞുള്ള ഇതായിരുന്നു ആക്ടിവേറ്റ് ചെയ്യാനുള്ളത്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതിന് മുമ്പ് നമ്മൾ ട്രേഡ്സിയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ ട്രേഡവോട്ടിനെ കുറിച്ചിട്ട് നല്ലൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എന്തായാലും മസ്റ്റ് ആയിട്ടും കാണുക. ഞാൻ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്, ട്രേഡൗട്ട് പരമാവധി ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഞാനിത് റീസെറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഇതിനെ കുറിച്ചിട്ടുള്ള ചിന്ത അങ്ങോട്ട് വന്നില്ല. നമ്മൾ അക്കൗണ്ട് കിട്ടി, ട്രേഡൗട്ട് ആയിരുന്നു, അങ്ങനെ ട്രേഡ് ചെയ്തു, അത് പ്രോഫിറ്റ് ആയി. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്സിലേക്ക് വന്നു. ഈ ഫണ്ടഡ് അക്കൗണ്ട്സിലേക്ക് വന്നു, ട്രേഡ് ചെയ്തു, കുറച്ച് ലോസ് ഒക്കെ വന്നു, $500 ഒക്കെ വന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിച്ചു കയറ്റി പേഔട്ടിലേക്ക് ആക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ കുറെ അവരായിട്ടൊന്ന് സംസാരിച്ചു നോക്കി. നമ്മൾ അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾക്ക് നോക്കി. ഇനിയിപ്പോൾ നമ്മൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അത് ട്രേഡവോട്ട് എന്ന് പറയുന്ന ഇതിലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ട്രേഡവോട്ട് നമുക്ക് നിഞ്ചയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിഞ്ചയിൽ കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ എൻ്റെ നമ്മുടെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രേഡിങ്ങും ഇതിൽ തന്നെ നടക്കും. അതിന് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ഡാറ്റയും കിട്ടും. അതിനൊപ്പം ഫ്രീ ആയിട്ടുള്ള ഡാറ്റയാണ്, ആ ഡാറ്റയും കിട്ടും. ഇപ്പം ഡയറക്റ്റ് നിങ്ങൾ നിഞ്ചയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ ആക്ടിവേറ്റ് കിട്ടില്ല. നമുക്ക് ഓൾറെഡി അങ്ങനെ ആക്ടിവേറ്റ് കീ ഓൾറെഡി ഉള്ളത് കൊണ്ട് എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. ഇനി എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഞാനൊരു ഡെമോ അക്കൗണ്ട് ട്രേഡവോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്. നമുക്കൊരു സിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ലൂസിഡ് ക്യാപ്പിന്റെ ആണെങ്കിൽ ആ ലൂസിഡ് ക്യാപ്പിന്റെ ഇത് നമ്മളിവിടെ. അതിനുശേഷം നമ്മൾ ട്രേഡ് എടുക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ആരെങ്കിലൊക്കെ നിഞ്ച എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ATM സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ തന്നെ കസ്റ്റം ചെയ്തിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ട്രേഡ് നമ്മൾ നോക്കിയിരുന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ കസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലോസ് വരാം, എത്ര TP വരാം, അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിരുന്ന് നമ്മൾ പൊസിഷൻ കട്ട് ചെയ്യേണ്ടത് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ATM സ്ട്രാറ്റജി മസ്റ്റ് ആയിട്ട്, നിഞ്ച ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ATM സ്ട്രാറ്റജി മസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടെ ഒരു സെൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെൽ മാർക്കറ്റ് അല്ലെങ്കിൽ ബൈ മാർക്കറ്റ് പൊസിഷനിൽ ഇടുന്നതാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ATM എന്ത് ചെയ്തു, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഓൾറെഡി എനിക്കൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് എന്നെ സംബന്ധിച്ച് എനിക്ക് ലോസിലായിരുന്നു. ഏകദേശം $400 ലോസിൽ വന്നു. അതിനുശേഷം നമ്മൾ രണ്ടാമതൊരു ട്രേഡും കൂടി എടുത്തപ്പോൾ അത് പ്രോഫിറ്റബിൾ നല്ല അവിടെ നിന്ന് റിക്കവർ ചെയ്ത് വന്നു. അത്യാവശ്യം ഞാൻ ലൈവ് ട്രേഡ് കാര്യങ്ങളെല്ലാം മിക്ക ദിവസവും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 28 ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയാ, ആ പൊസിഷൻ ഓൾറെഡി നല്ല ലോസിൽ നിന്നും കവർ ചെയ്തൊരു $93 കൂടി എനിക്ക് നഷ്ടമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ വേറെ ട്രേഡിനും കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല. പക്ഷെ അന്നത്തെ ദിവസം മിനിയാന്നാണ് സംഭവിച്ചത്. FOMC കൂടി ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ ഞാൻ ഈ FOMC ഉള്ള ദിവസങ്ങളൊന്നും ഞാൻ ട്രേഡ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും നമ്മൾ ന്യൂസ് കാര്യങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് എന്ന് അറിയാനായിട്ട് 11:30 ആകുമ്പോൾ ഞാൻ ചുമ്മാ മൊബൈലിൽ നമ്മളിങ്ങനെ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ഒരു പൊസിഷൻ കട്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി ഞാൻ പോകുന്ന വഴിക്കാണ് എന്റെ രണ്ടാമത്തെ TP ഹിറ്റ് ആവുന്നത്. ഫസ്റ്റ് നമ്മൾ ലോസിലായിരുന്നു. അതിനുശേഷമുള്ള ട്രേഡ് നമ്മൾ ഓൾറെഡി റണ്ണിങ്ങിൽ തന്നെ ഞാനിവിടെ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ഞാൻ അവിടെ നിഞ്ച ട്രേഡർ ക്ലോസ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, യു ഹാവ് ടു ആക്റ്റീവ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അപ്പോൾ ഞാൻ അവിടെ നമുക്ക് എന്തെങ്കിലും ഓൾറെഡി ഷട്ട് ഡൗൺ എന്ന് ചോദിക്കും. നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ എസ് കൊടുത്ത് പോയി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അത് ഷട്ട് ഡൗൺ ആയി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ എൻ്റെ TP അവിടെ ഹിറ്റായി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത TP ടാർജറ്റ് അവിടെ ഹിറ്റ് ആവുകയായിരുന്നു. ടാർജറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മൾ ഓൾറെഡി ഈ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി പി സെറ്റ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് പോകരുത്. അപ്പോൾ പറഞ്ഞുതരാം, ട്രേഡ് അവാർഡിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ഉപയോഗിച്ച ട്രേഡ്സിൽ ആ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ട്രേഡ് 400 ലോസ് ആയിരുന്നു, രണ്ടാമത്തെ ട്രേഡിന് ഒരു 400, അതൊരു പൊസിഷൻ 470 എന്തോ വെച്ചു. നമ്മുടെ SL ഇവിടെയായിരുന്നു, എൻ്റെ SL ഇവിടെയായിരുന്നു, സെൽ പൊസിഷൻ ആയിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റിലേക്ക് വന്ന ഒരു ട്രേഡായിരുന്നു. മാർക്കറ്റ് മൂവ്മെന്റ് വന്നു, ഞാൻ ക്ലോസ് ചെയ്യുന്നവരെ പ്രോഫിറ്റ് ചെറിയൊരു മൂവ്മെന്റ്സിൽ ഇങ്ങനെയൊക്കെ നിൽക്കായിരുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ മൂവ്മെന്റ്സ് കറന്റ് പ്രോഫിറ്റ് ലോസ് ഒക്കെ അറിയാൻ പറ്റും. ഈ കാണുന്ന ഒരു പൊസിഷനായിരുന്നു. ഓൾറെഡി ഞാൻ ക്ലോസ് ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ ഹിറ്റായി. ഈ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ്സിലാണെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന SL ഓട്ടോമാറ്റിക് തന്നെ ഡിലീറ്റ് ആയി പോകും. ഇവിടെ അതേ ഇഷ്യൂ തന്നെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിലും ഈ ഒരു ഇഷ്യൂ ചില സമയങ്ങളിൽ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ നിഞ്ചയിൽ ഞാൻ അത് അങ്ങനെ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നാൽ, നിഞ്ച ഞാൻ അത്രയും കുറെ നാളുകളായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. പൊസിഷൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് പോകാറുണ്ട്. പക്ഷെ അന്ന് നേരത്തെ പോകേണ്ടത് കൊണ്ട് ഞാനത് ഇത് മൊബൈലിലേക്ക് ട്രേഡ് ബോട്ടിന്റെ കണക്ട് ചെയ്യുകയും ചെയ്തു. ട്രേഡ് ബോട്ട് മൊബൈലിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ജസ്റ്റ് ഒരു പൊസിഷൻ അറിയാൻ വേണ്ടി മാത്രം നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹിറ്റ്, പിന്നെ നമുക്ക് വേറെ നോക്കേണ്ടതില്ല. ഞാനൊരു 11-10 ആയപ്പോഴത്തേക്കും മാർക്കറ്റ് റിവേഴ്സ് പോകാനുള്ള ഒരു ഇത് വന്നു തുടങ്ങി. മാർക്കറ്റ് നല്ല രീതിയിൽ റിവേഴ്സിലേക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി സെൽ പൊസിഷൻ ആയിരുന്നു. ഞാൻ എൻ്റെ ഹിറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ലോസ് ഇത്രേ വന്നുള്ളൂ. 8.28 ആയപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിലും ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഗ്രൂപ്പിലും 8.28 ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോസിലുണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ട് നമ്മൾ നല്ല രീതിയിൽ കുഴപ്പമില്ല എന്നുള്ള ഇതിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താ, നമ്മൾ ഓൾറെഡി ചെറിയ ലോസ്, വലിയൊരു ലോസിൽ നിന്ന് കവർ ചെയ്ത് വന്നേക്കുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ താഴത്തേക്ക് പോയി. ഈ ഒരു ചാർട്ടാണ് അന്നത്തേത് ഉണ്ടായിരുന്നത്. ഈ കാണുന്നതായിരുന്നു എൻ്റെ SL ആയിട്ട് ഇരുന്നത്. അപ്പൊ നമ്മുടെ ഓൾറെഡി ഹിറ്റായ സ്ഥിതിക്ക് നമ്മളെന്താ വിചാരിച്ചത്, ഓട്ടോമാറ്റിക് തന്നെ എൻ്റെ പൊസിഷനും സ്റ്റോപ്പ് ലോസും റിമൂവ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഈ കാണുന്ന ഒരു 12 ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ കാണുന്ന മൂവ്മെന്റിൽ എൻ്റെ ഇത് ആക്റ്റീവ് ആവാണ്, സെല്ല് അവിടെ ആക്റ്റീവ് ആവാണ്. ഏകദേശം 5 ES മിനി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് നല്ല, ഈ സമയത്തൊക്കെ ന്യൂസ് നല്ല രീതിയിലൊക്കെ പോയി. മാർക്കറ്റ് അതിനുശേഷം താഴത്തേക്കൊക്കെ വന്നു. പക്ഷെ ഇവർക്കൊരു ഇതുണ്ട്, ഓട്ടോ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇൻട്രാഡേ പൊസിഷൻസ് ഹോൾഡ് ചെയ്ത ഓട്ടോമാറ്റിക് ലിക്വിഡേറ്റ് ചെയ്യും. അങ്ങനെ എൻ്റെ ആ ഒരു അക്കൗണ്ട് പോയത്. അപ്പൊ ഇവിടെ കിടന്ന സ്റ്റോപ്പ് ലോസ് ബൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഹിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബൈയിങ് നേരെ, അത് നോർമലി അങ്ങനെ തന്നെയാണ്, നമ്മൾ ചില പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഹിറ്റായതിനു ശേഷം ഇത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഈ നിഞ്ചയിൽ അത് അവിടെ കിടന്നു. ഈ SL സ്റ്റോപ്പ് ബൈയിങ് ആയിരുന്നു, സെല്ലിങ്ങിന്റെ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ്. പക്ഷെ ഇവിടുത്തെ ഇത് ഹിറ്റ് ആയി കഴിയുമ്പോൾ ഈ ഓർഡർ ക്യാൻസൽ ആയി പോകുമ്പോൾ ഇത് ഇവിടെ നേരെ സെല്ലിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ എന്താ, അന്ന് FOMC ഉണ്ടായിരുന്നു, 51 ആയിരുന്നു എൻ്റെ പ്രൈസ്. ആ പ്രൈസിൽ SL മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോഴും എനിക്ക് ലോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കയ്യിൽ പൊസിഷൻ ഒന്നുമില്ല. ഞാൻ രാത്രി എനിക്ക് ഈ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് അത്ര അങ്ങോട്ട് ഇതായിട്ട് എടുത്തില്ല. എൻ്റെ നേരത്തെ നടന്ന ട്രേഡിന്റെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോകേണ്ടതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നത്. ട്രേഡ് അവാർഡില്ല. പിറ്റത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ട് ബ്രീച്ച് ആയതായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ചുമ്മാ, നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ മെസ്സേജ് അയക്കുമല്ലോ, അവരായിട്ട് കോൺവെർസേഷൻ കാര്യങ്ങളെല്ലാം നടത്തി. അപ്പൊ തന്നെ അവർ എനിക്ക് ഇത് ചെയ്തു, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രേഡ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എനിക്ക് അയച്ചു തന്നു. അതിൽ നമുക്ക് പറ്റിയൊരു ഇത് ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 7450 ഇത് സ്റ്റോപ്പ് ലോസ്, അതവിടെ സെല്ലായിട്ട് ഇത് അവിടെ ഹിറ്റ് ആവുകയായിരുന്നു. എക്സിക്യൂഷൻ അവിടെ നടക്കുകയായിരുന്നു. ആ ഒരു എക്സിക്യൂഷന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക് തന്നെ അവർ ഇത് ചെയ്യായിരുന്നു, ലിക്വിഡേറ്റ് ചെയ്ത് അതിന്റെ ലോസ് വന്നു. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്കങ്ങനെ ഇത് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ ഇതുപോലെ ഓട്ടോ ലിക്വിഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ട് ഇതിലൊന്നും ഞാൻ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരും അങ്ങനെ ഒരു ഇതിലേക്ക് വരാതിരിക്കുക. ട്രേഡ് ബോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ട്രേഡ് ബോട്ടിന്റെ ഒരു കണക്ഷൻ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് ട്രേഡ്സി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഞാൻ പലപ്പോഴും ഓർഡർ ഇട്ടിട്ട് പോയിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ട് പോയിട്ടുണ്ട്. നമുക്ക് പല മൊബൈലും നോക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു പൊസിഷൻ ഓട്ടോമാറ്റിക് ഹിറ്റ് ആവുന്ന ആ ഒരു സെയിം സമയത്ത് തന്നെ അവരുടെ ആ ഓർഡർ, ഇതിപ്പോ ഞാൻ സെപ്പറേറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് മുകളിലത്തെ ഓർഡർ പോകാൻ, നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ ആ ഓർഡർ പോകും. അതേപോലെ തന്നെ ഇവരിൽ അത്യാവശ്യം നമുക്ക് റിസ്ക് സെറ്റിംഗ്സ്, ഇപ്പൊ പറയാം ട്രേഡ് ബോർഡിലും റിസ്ക് സെറ്റിംഗ്സ് കാര്യങ്ങളുണ്ട്. അതേപോലെ ഇവർ ഏറ്റവും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറ്റേറിന് വേറെ സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ എനിക്ക് ലൂസിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ഓരോ അക്കൗണ്ട്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ട്രേഡ് ബോട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറച്ച് ടഫാണ്. നമുക്കത്
ആക്ടിവിറ്റി ചെയ്തെടുക്കാൻ പ്രശ്നമില്ല, പക്ഷെ കുറച്ച് ടഫാണ് ട്രേഡിന്റെ ഗ്രൂപ്പ് ട്രേഡ്. കോപ്പി ട്രേഡിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അത് ട്രേഡ്സി തന്നെയാണ്. ട്രേഡ് ബോർഡിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പരമാവധി ട്രേഡ്സി ഉള്ള പ്ലാറ്റ്ഫോം എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു അബദ്ധം പറ്റാതിരിക്കട്ടെ. നോർമലി നമ്മളാരും ഒരു പൊസിഷൻ കട്ട് നോർമലി ഞാൻ ട്രേഡ്സിയുടെ ഒരു ഓർമ്മയിലാണ് ഞാൻ അത് പോയത്. കുറെ നാൾ മുമ്പൊക്കെ എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു കുറെ നാൾ മുമ്പ്, പക്ഷെ അതൊക്കെ ഓർത്തില്ല ആ ഒരു സമയത്ത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പരമാവധി പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഓപ്ഷൻസ് കാണിക്കും. ആ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ നിഞ്ച ട്രേഡർ ആണെങ്കിൽ തന്നെയും ട്രേഡർ വോട്ട് കണക്ട് ചെയ്താലും കുറച്ച് പ്രശ്നമുണ്ട്. ഒരു റിതിമിക് നിങ്ങൾ നിഞ്ചയിലേക്ക് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എടുത്താൽ അത് കണക്ട് ചെയ്ത് കിട്ടാൻ നല്ല പാടാണ്. അപ്പൊ ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ റിക്വസ്റ്റിൽ നിങ്ങൾ ട്രേഡ്സി ആയിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഒരു ബീറ്റ വേർഷൻ ആയിട്ടാണ് അവർ ഇപ്പോഴും കേൾക്കുന്നതെങ്കിലും ട്രേഡ് വോട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്ന് സ്റ്റഡി ആയി വന്നിട്ടുണ്ട് അവർ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ട്രേഡ്സി ആണ് കുറച്ചും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നോക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുപോലെ നമ്മൾ ലൈവ് ട്രേഡിംഗ് സെഷൻസ് കാര്യങ്ങളെല്ലാം ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കാര്യങ്ങളും അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ലിങ്ക് അയച്ച് നമ്മൾ ലൈവ് ട്രേഡിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇത് ചെയ്യാം, വാച്ച് ചെയ്യാം.